കാഴ്ചപ്പാട് ഞാൻ ഇത് പറയും. ഇത് 2010 വണ്ടിയാണ്. 10? ആ, ഈ വണ്ടി 2010 വണ്ടി. ഈ വണ്ടി ഞാൻ പണിയിച്ചിട്ടേക്കുന്ന വണ്ടി. 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2013 ഡിസംബർ വണ്ടി. ആ, 2013 ഡിസംബർ. കുട്ടിക്കാലെ ക്ലച്ച്, ഡീസൽ, കുട്ടി ഡീസൽ. 2019 വണ്ടി. വിഷ്ണു 2019 വണ്ടി. ടയർ നല്ല ടയർ. ഇതിൻ്റെയും ടെസ്റ്റൊക്കെ എടുത്തിട്ടേക്കുക. 2 വർഷം ടെസ്റ്റ് കിടക്കുക. 2 വർഷത്തേക്ക് പേപ്പറുണ്ട്. 2017 ടാറ്റ ഐറിസ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 2013 ഡിസംബർ വണ്ടി. 2014 3-ാം മാസം രജിസ്ട്രേഷൻ. ഇതും കോമ്പാക്റ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മാവേലിക്കര ബിജു ചേട്ടൻ്റെ ഓട്ടോ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വന്നേക്കുന്നത്. അത് പറയാൻ കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ കടയും പുള്ളിയും ഇത്തിരി ഫേമസ് ആണ്. ഞാൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷൻ അടിച്ച് വന്നതാണ്. അപ്പോൾ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ മാങ്ങാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. ജില്ലാ കൃഷിത്തോട്ടം മാവേലിക്കര എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അതിവിശാലമായി കിടക്കുന്ന ഓട്ടോറിക്ഷകളാണ് ബിജു ചേട്ടൻ്റെ ഓട്ടോറിക്ഷകൾ. അപ്പം നമ്മുടെ ചാനലിൽ ഓട്ടോറിക്ഷകളുടെ വീഡിയോകൾ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെനക്കെട്ട് ഓടി ഒരുപാട് വഴിതെറ്റി കഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടി ഉപകരിക്കുന്ന ഒരു നല്ല വീഡിയോ ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഞാൻ ബിജു ചേട്ടൻ്റെ കട, അതായത് ഷോപ്പിൽ കിടക്കുന്ന വണ്ടികൾ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം, എത്രമാത്രം വണ്ടികളുണ്ടെന്ന്. അപ്പം ഒരു 1-2 വണ്ടി അല്ലെങ്കിൽ ഒരു 10 വണ്ടിക്കകത്തൊക്കെ ഉള്ളവർക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്കധികം വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഈ കിടക്കുന്ന വണ്ടികൾ മൊത്തം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇഷ്ടംപോലെ വണ്ടിയാണ്. ആപ്പയായിട്ട് ഓട്ടോറിക്ഷ ആയിട്ടൊക്കെ ഒരു കുന്ന് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ഇവിടെ തന്നെ മെക്കാനിക്കലിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് തന്നെ പറയാം. അത് അതിൻ്റേതായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കിടക്കുന്ന ഇത്രയും വണ്ടികളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ബിജു ചേട്ടൻ വന്നിട്ടുണ്ട്. വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ബിജു ചേട്ടൻ നമസ്കാരം. എൻ്റെ പേര് ബിജു. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് കാണുമല്ലോ. ഓട്ടോറിക്ഷ നോക്കുന്നവരെല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലപോലെ പരിചയം അറിയാം. ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മുടെ വലുപ്പമല്ലല്ലോ, എല്ലാം നമ്മളെ മുന്നോട്ട് നടത്തുന്ന നമ്മുടെ ദൈവം തമ്പുരാനാണ്. അപ്പം ഞാൻ ഈ കണ്ട ആള് മൊത്തം തിരിഞ്ഞ് കണ്ടുപിടിച്ച് വന്നത്. ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. അപ്പം എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് അമൽ ഓട്ടോ ലാൻഡ്സ്. അപ്പൊ പിന്നെ ഇനി എന്താണ് കാര്യങ്ങൾ അറിയേണ്ടത്? നമുക്ക് ദൈവം സഹായിച്ച വണ്ടികളെല്ലാം അറിയേണ്ടത്. ചേട്ടൻ്റെ ഈ ഷോപ്പ് എവിടെ? കറക്റ്റ് പറഞ്ഞുതരാം. അതായത് മാവേലിക്കര താലൂക്കിൽ, ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ആലപ്പുഴയല്ല. ആലപ്പുഴ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ അവിടുന്ന് 50 കിലോമീറ്റർ അപ്പുറത്താണ്. അതുകൊണ്ട് മാവേലിക്കര താലൂക്കിൽ 100 ഏക്കർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട്, അഗ്രികൾച്ചറൽ ഫാം 100 ഏക്കർ. ആ 100 ഏക്കറിൻ്റെ, അതായത് ജില്ലാ കൃഷിത്തോട്ടം. അതുകൊണ്ട് അതിൻ്റെ നെയിം ബോർഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ജില്ലാ കൃഷിത്തോട്ടം. ആ കൃഷിത്തോട്ടത്തിൻ്റെ നേർ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന. വർഷങ്ങളായിട്ട് നമ്മളുള്ളതാണ്. വ്യവസായിച്ച് ഇങ്ങനെ തമ്പുരാൻ്റെ കൃപയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി എന്താണ് കാര്യങ്ങൾ അറിയേണ്ടത്? ഇനി അറിയേണ്ടത് പറഞ്ഞാൽ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത് നമ്മുടെ കയ്യിലിപ്പം? പിന്നെ നമുക്കൊരു 45 രൂപ തൊട്ട് പിന്നെ വണ്ടി കൊടുക്കാം, ഡീസൽ വണ്ടി കൊടുക്കാം. 45 രൂപ തൊട്ട് ഡീസൽ വണ്ടി. എന്നാൽ ചോദിക്കും 45 രൂപ അതേ മോഡൽ തന്നെ മറ്റൊരു വണ്ടി എന്താ അല്പം കൂടെ വില കൂടിയതെന്ന് ചോദിച്ച് സംശയം വരാറുണ്ട്. അതിന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരുമുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു വീടാക്കൂടിയാ താമസിക്കുന്നതാണ്, കുടുംബമുള്ളതാണ്. അപ്പോൾ കമൻറ്റ് ഇടുന്നവർ, അവരോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, പിന്നെ അല്പം സഭ്യമായ രീതിയിൽ കമൻറ്റ് ഇടുക കേട്ടോ. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ 2012 വണ്ടിയാണ് ഇത്. ഈ 2012 വണ്ടി നമുക്കൊരു 45 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. 2012 ബജാജിൻ്റെ ഡീസൽ വണ്ടിയാണ്, കുട്ടി ഡീസൽ എന്ന് പറയും. ഇത് നമുക്കൊരു 45 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 2012 അങ്ങനെ ഇതിന് പറയാൻ പറ്റത്തില്ല. ഈ കിലോമീറ്റർ ഒന്നും സത്യസന്ധമായിരിക്കത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഉറപ്പുള്ളതുണ്ട്. 2019, 20 ആ മോഡലിനൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായി? ഇതിന് ഇനി ഒരു 4 മാസം 5 മാസത്തോളം ഇതിന് പേപ്പറുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്.
പിന്നെ 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് 2012 11-ാം മാസം വണ്ടി. ലാസ്റ്റ് പ്രൈസ് 45 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഏത് റേറ്റ് പറയുന്നു കൺഫേം ആക്കുന്നു ആ റേറ്റ് പ്ലസ് RTO ചെലവ്, എക്സ്പെൻസ്, RTO പേരിൽ കൂട്ടാനുള്ള ചെലവും കൂടെ തന്ന് സഹകരിക്കണം. ഏത് വിലയുമായിട്ട് ഉറപ്പിച്ചാലും RTO ചെലവ്. അതെ അതെ അത് സംസാരിക്കുന്നതാണല്ലോ. തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അത് തരാതിരിക്കുന്നുണ്ടെ പറഞ്ഞ് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി അത് ചെയ്യേണ്ടതാണല്ലോ. പേര് മാറാതെ എനിക്ക് വാഹനം തരുന്നവർ, ഞാൻ വാഹനം വിൽക്കുന്നവർ പെടുത്തുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള ഇടപാടല്ല. ദൈവത്തെ നിലനിർത്തി അത് മുന്നോട്ട് പോവുക നമുക്ക്. അതായത് എടുത്തുകൊണ്ട് പോകുന്നവരും പ്രയാസപ്പെടരുത്, എനിക്ക് വണ്ടി തന്നവരും പ്രയാസപ്പെടരുത്. ഓക്കെ. അടുത്ത വരുന്നത് നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടണ്ടല്ലോ. 2012 ബജാജിൻ്റെ പ്രൈവറ്റ് വണ്ടി. ഡീസലല്ല, പെട്രോൾ വണ്ടി ആവശ്യപ്പെടുന്നവരുണ്ട്. ഡീസൽ വണ്ടിയെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു, ആ വണ്ടിയെല്ലാം പോയി. ഈ വണ്ടി നമുക്ക് വേണ്ട തട്ടും തകിടും കാര്യങ്ങളും എല്ലാം ഞാൻ മാറിയിട്ടിരിക്കുകയാണ്. ഈ വണ്ടി നമുക്കൊരു 50 രൂപ റേഞ്ചിൽ കൊടുക്കാം. 50 രൂപ റേഞ്ചിൽ കൊടുക്കാം. ഇതിനൊക്കെ ലോൺ കിട്ടുമോ? ഇതിനൊന്നും ലോൺ കിട്ടത്തില്ല. ലോണ് 2017 മേളോട്ടാണ് ലോണ് കിട്ടുന്നത്. ഈ 12-നും 13-നും ഒക്കെ ലോണ് കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാനല്ല ലോണ് കൊടുക്കുന്നത്. ലോൺ ഇവിടുന്ന് കിട്ടത്തില്ല. ഞാനല്ല ലോണ് ചെയ്യുന്നത്. മൊത്തം വർക്ക് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന വണ്ടി. ഇനി ഇതിന്റെ പേപ്പർ വർക്കേ ഉള്ളൂ. പേപ്പർ വർക്ക് ഏകദേശം 2 വർഷത്തോളം പേപ്പർ ഭാഗമുണ്ട്. എന്നിട്ട് പിന്നെ ഇത് സൂക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ കൊണ്ട് നോക്കിയാട്ടെ, മാന്യമായിട്ട് കിടക്കുന്ന വണ്ടി. നമ്മളിങ്ങനെ കിട്ടിക്കൊണ്ട് ഒരുപാട് നമ്മുടെ വീഡിയോ അങ്ങ് വലിയ വീഡിയോ ആയിപ്പോവും. അപ്പോൾ ഇത് വേണ്ടേ 2011 ആൽഫ ഡീസൽ വണ്ടി. ടയറൊക്കെ മാറിയിട്ട് ക്ലീൻ വണ്ടിയാണ് അത്യാവശ്യം. പിന്നെ നിലവിൽ ഈ വാഹനത്തെ കാണുന്ന കണ്ടീഷൻ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്, ഒറ്റ ഓണർഷിപ്പ്. എൻ്റെ ഡാഷും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടാട്ടെ. ഒറ്റ ഓണർഷിപ്പ്. ചോദ്യം എത്രയാണ്? ഇത് നമുക്കൊരു 95 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് കൊടുക്കാം. ഇനി ഇത് പെയിന്റ് വർക്കുകൾ ചെയ്യുമോ? എങ്ങനെ? ഇതൊന്നും ചെയ്യത്തില്ല. ഈ കണ്ടീഷൻ, ഈ കിടക്കുന്ന ഇനി ഇതിനകത്ത് പെയിന്റ് ഒന്നും നമ്മൾ ചെയ്യത്തില്ല. 2011 തന്നെ അതേ മോഡൽ തന്നെ വണ്ടി. ആൽഫ ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. മഹീന്ദ്ര ആൽഫ. ഫസ്റ്റ് ഓണർ വണ്ടി. ഇതിന് പക്ഷെ നല്ല ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് കിടക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ടെസ്റ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മാന്യമായ രീതിയിൽ പണിയിച്ച് സീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊണ്ടുവന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മാന്യമായ രീതി. അല്ല, ഞാൻ ഈ ടിങ്കർ മറ്റേ ഈ ഇൻസുലേഷൻ വലിച്ചു വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്ന പണിയൊന്നും ഞാൻ കാണിക്കത്തില്ല. ഞാൻ അതൊന്നും ചെയ്യത്തുമില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. സാധാരണക്കാരാണ് വന്നൊരു ഓട്ടോറിക്ഷ മേടിക്കാൻ വരുന്നതിൽ 99% സാധാരണക്കാരാണ്. അവരെ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ് മനസ്സിലായി അങ്ങനൊന്നും ചെയ്ത് വഞ്ചിക്കത്തില്ല. അതൊക്കെ 100%. ഇത് കണ്ട 2012 വണ്ടിയാണ്. 2011 മാനുഫാക്ചർ, 2012 2-ാം മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ഇനി എന്തുവരെ പേപ്പർ ഉണ്ട്? ഇത് ടെസ്റ്റ് 1 വർഷം പേപ്പർ, ഒറ്റ വർഷം പേപ്പർ. അതൊക്കെ ഒന്ന് കണ്ടാട്ടെ. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടേക്കുന്ന കണ്ട തട്ടുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്. അതൊക്കെയാണ് ഈ നമ്മൾ മെയിനായിട്ട് കാണിക്കേണ്ടത്. തട്ടേ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് കാണിക്കേണ്ടത്. അതൊക്കെ വൃത്തിയായിട്ട് കണ്ട നീറ്റായിട്ട് പറഞ്ഞ് മനസ്സിലായില്ലേ? നല്ല സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ ചെയ്ത് മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമുക്കൊരു 1,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തും. ഞാൻ ഈ പറയുന്ന വിലക്കകത്തുനിന്നെല്ലാം എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യും. നമ്മൾ കടുംപിടുത്തം പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും തീർച്ചയായിട്ടും ദൂരത്തുനിന്ന് വരുന്നവരെയൊക്കെ എന്നെ അറിയാവുന്നവർക്കും എനിക്കറിയാവുന്നവർക്കും അറിയാം അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന്. അടുത്ത ഇന്ന് ടെസ്റ്റിന് പോകാനായിട്ട് നല്ല തയ്യാറായിട്ട് കിടക്കുകയാണ്. ഇന്ന് ടെസ്റ്റിന് പോകാനായിട്ട് പറഞ്ഞ് മനസ്സിലായില്ലേ? ഇന്ന് ടെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ, അവരുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് നോക്കിയാട്ടെ എല്ലാം ചെയ്ത് നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? സർക്കാർ പറഞ്ഞേക്കുന്ന കൂട്ട് തന്നെ വേണ്ട മീറ്ററെ കാര്യങ്ങളെല്ലാം പുതിയത് വെച്ച് നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റി. സീറ്റ് കവറും എല്ലാം അടിച്ച് നല്ല ക്ലീനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഫ്ലോറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തി വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 85 രൂപ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. 85 രൂപ. പിന്നെ എന്തെങ്കിലും വ്യത്യാസവും ചെയ്യും, ചെയ്തിരിക്കും, എന്തെങ്കിലും ചെയ്തിരിക്കും. പിന്നെ അടുത്ത വേണ്ട 2015 മഹീന്ദ്ര ആൽഫ സിംഗിൾ ഓണർ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്നത് കണ്ടോ, നോക്കിയാട്ടെ. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്നു.
ഫ്ലോർ നോക്കിയാലൊക്കെ നല്ല നോക്കിയാൽ വൃത്തിയായിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. തുരുമ്പ് അങ്ങനെയുള്ള ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ഒന്നുമില്ല. ടോപ്പ് ആദ്യം അവരെ കാണിക്കേണ്ട പ്ലാറ്റ്ഫോമും കാര്യങ്ങളും എല്ലാമാണ് അവരെ കാണിക്കേണ്ടത്. സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട്. ഫ്ലോർ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. മീറ്റർ അടക്കം എല്ലാം സെറ്റപ്പും ചെയ്ത്. എത്ര ചോദിക്കുന്നത് ഏട്ടാ? ചോദ്യം എത്ര? ഏതാ ചോദ്യം? അത് നമുക്കൊരു 1.25 രൂപയ്ക്ക് കൊടുക്കാം. 1.25 രൂപയ്ക്ക് കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന മൊത്തം അനന്തു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എന്റെ പേര് സനൂപ്. അപ്പൊ സനൂപ് പിന്നെ വന്നാട്ടെ. സനൂപ് ഈ വണ്ടി കണ്ടാൽ, സനൂപ് ഒന്ന് പറഞ്ഞാട്ടെ, ഈ വണ്ടി കണ്ടാൽ ഏത് മോഡലാന്ന് പറയും? ഓട്ടോറിക്ഷയുടെ ഞാൻ അങ്ങനെയാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഞാൻ ഇത് പറയും, ഇത് 2010 വണ്ടിയാ. ഈ വണ്ടി 2010 വണ്ടിയാ. ഈ വണ്ടി ഞാൻ പണിയിച്ചിട്ടേക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞു പറഞ്ഞു, മനസ്സിലായില്ലേ? ടെസ്റ്റും കാര്യങ്ങളും എല്ലാം പിന്നെ വേണ്ടി ഞാൻ ഇത് പണിയിച്ചല്ല വൃത്തിയാക്കിയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഈ ബോഡി ഞാൻ നോക്കിയപ്പോൾ ചുറ്റും പണിയാൻ പറ്റാത്ത രീതി ബോഡിക്ക് ഷെയ്ക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുത്തൻ ബോഡി സഹിതം മാറി രണ്ട് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഈ വണ്ടി ഞാൻ പണിയിച്ചിട്ടിരിക്കുക 2010 വണ്ടി. രണ്ട് ഇതെൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിൽ ഓടിയിട്ടുള്ള. അവൻ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്ന് നിൽക്കുക. വണ്ടി കാണാൻ കൊള്ളാം അങ്ങനെയൊന്നും പറയാതെ, കാണാൻ കൊള്ളാം അങ്ങനെയൊന്നും പറയാതെ. 2024 വണ്ടിയുടെ സെയിമിൽ കിടക്കുക വണ്ടി. അങ്ങനെ കാണാൻ കൊള്ളാം അങ്ങനെ പറയാതെ. അതാ നമ്മളിത് വീഡിയോ ലൈവ് കാര്യങ്ങളും എല്ലാം ആണല്ലോ. കാണാൻ കൊള്ളാം എന്ന് പറയാതെ ഈ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഓക്കെ ആയിക്കോട്ടെ. നമ്മൾ മുമ്പേ ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് അത് നോക്കിയാട്ടോ. 2024 വണ്ടി കിടക്കുക. ഒരു വർഷം എന്നിട്ട് ഞാൻ പുറകോട്ട് പറയുക. എത്ര ചോദിക്കുന്നത്? ഇത് അല്ല, ഇതിനിപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല, കാരണം ഇവനെ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചേക്കുന്ന ഒരു ഡ്രൈവറാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് നിന്നിരിക്കുക. അതിപ്പോൾ ധാരണ ഏകദേശം സംസാരിച്ച് നിൽക്കുക. അതിന് അവൻ്റെ കയ്യിൽ ഇച്ചിരി പൈസയുടെ അപാകത ഉണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് നടപടിയായില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ റേറ്റ് പറയാം. ഓക്കെ. ഒരാൾക്ക് കൊടുത്ത വില ഇനി മറ്റൊരാൾ അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരോടും ഇദ്ദേഹത്തിന് കൊടുത്ത വില അദ്ദേഹത്തിനോട് അങ്ങനെയൊന്നും പറയത്തില്ല. 2011 കുട്ടി ക്ലച്ചെന്നോ അല്ലെ കുട്ടി ഡീസലെന്നോ ഒക്കെ പറയും. ഡീസൽ വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുക. എത്ര ചോദിക്കുന്നു? ഒരു 45 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാ? മൂന്നാമത്തെ. ഒരു 45 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 45,000 രൂപ കൊടുക്കാം. അതിനും ഇനി തള്ളടിക്കുകയോ മറ്റൊന്നുമല്ല. കൊല്ലത്തുനിന്ന് പിന്നെ കമ്പന്തേനി ബസ്സിൽ കയറി വന്ന് ഒരു പാർട്ടി വന്ന് കണ്ടിട്ട് പോയിരിക്കുക. ഞാനൊരു 10 ദിവസിക്കാൻ വരാൻ ചേട്ടാ, എനിക്കൊരു ലോണ് കിട്ടാനുണ്ട്, അതിൻ്റെ പൈസ മേടിച്ചോണ്ട് വരാം എന്നും പറഞ്ഞു പോയിരിക്കുകയാണ്. അതിനും വന്നില്ല പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത് വന്ന 2021 ബജാജിൻ്റെ മാക്സിമം വെറും 30,000 കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ അല്ലേ? വെറും 30,000 കിലോമീറ്റർ കണ്ട് നോക്കിയാട്ടെ. എനിക്ക് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, എനിക്ക് ഉറപ്പില്ലാത്തത് ഞാൻ പറയത്തില്ല. എനിക്കിത് ഉറപ്പുണ്ട്. 2021 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നോക്കിയാട്ടെ. ഇത്രയും വൃത്തിയുള്ള ആപ്പ് എന്തായാലും ഞാൻ കാണിച്ചു തന്ന വീഡിയോകൾ ഇതുവരെ ആ കിലോമീറ്ററും വേണേ ഒന്ന് കാണിച്ചു കൊടുത്താട്ടെ. ഫ്ലോറൊക്കെ നല്ല വൃത്തിയുണ്ട്, തുരുമ്പൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. എത്ര ഏട്ടാ ചോദിക്കുന്നത്? 1.85 കൊടുക്കാം. 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഇതിന് 1,70,70,000 രൂപ ലോണ് കയറും. 1,70,000 രൂപയുള്ളൂ. സിബിൽ സ്കോറും കാര്യങ്ങളും നോക്കി 1.25 രൂപയ്ക്ക് അടുത്ത് വരെ അതിന് ലോണ് കയറും. ഇത് വരുന്നത് 2018 പിയാജിയോ ആപ്പെ ഗുഡ്സ്. 2018 വണ്ടി. ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. 2018 വണ്ടി. 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന്റെ ഓട്ടം പറയാൻ പറ്റുമോ? 1,65,000 രൂപ. അല്ല, ഇതിന്റെ ഓട്ടം മനസ്സിലായി? കിലോമീറ്റർ പറയാം. അതിനകത്ത് കാണുന്ന കിലോമീറ്റർ അതൊന്നും നമ്മൾ ഈ പറഞ്ഞ മനസ്സിലായി. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഉറപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ശക്തമായിട്ട് പറയാത്തത്. അടുത്തതുണ്ട് 2012 പിയാജിയോ ആപ്പെ പാസഞ്ചർ. 2012 വണ്ടി. എന്നാൽ ചോദിക്കും 2012 മറ്റേതിന് 11 അത് പറഞ്ഞില്ലയോ, 12 എന്താ ഇത് പറയുന്നില്ലയോ, അങ്ങനെയൊന്നും പറയരുത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റേഞ്ചും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ്ട വണ്ടി അത്യാവശ്യം മാന്യമായ വണ്ടി, ഓടാനുള്ള വണ്ടിയുണ്ട്. പറഞ്ഞ മനസ്സിലായി, കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഫ്ലോറൊന്നും തിരക്കില്ല. എല്ലാം ഓടാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം. ഇത് നമുക്കൊരു 1,10 കൊടുക്കാം. 1,10. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. ടോപ്പൊക്കെ വർക്ക് ചെയ്ത് പറഞ്ഞ മനസ്സിലായില്ലേ? വർക്ക് ചെയ്തേക്കുന്നതാണ്. കൊള്ളാം. ഓക്കെ, വൃത്തിയുള്ള വണ്ടി. 1,10,000. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നാട്ടെ, വന്ന് നമുക്ക് ചെയ്യാം. തള്ളടിക്കുകയൊന്നുമല്ല, നമ്മളാ ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 2011 അതുൽ പാസഞ്ചർ. 2011 അതുൽ പാസഞ്ചർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അതെ, ടെസ്റ്റ് കാര്യങ്ങളെ എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു മനസ്സിലായില്ല. അത് അത്യാവശ്യം മാന്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ വണ്ടി നമുക്കൊരു 85 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് കൊടുക്കാം. എനിക്ക് പറയാനുള്ള ഒരു അവസരം കൂടി താണ. അല്ല, വണ്ടി ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറയുമ്പോ എല്ലാ പണിയും ചെയ്തിട്ടേക്കുമായിരിക്കുമല്ലോ. അതെ, ചെയ്താട്ടെ, നോക്കിയാട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പുത്തൻ വണ്ടി അല്ലല്ലോ സനൂപ്. സനൂപ് പുത്തൻ വണ്ടി അല്ലല്ലോ. ചിലപ്പോൾ എടുത്തോണ്ട് പോകുമ്പോൾ ഒരു കേബിൾ പൊട്ടും. പറഞ്ഞ മനസ്സിലായി, എന്തെങ്കിലുമൊക്കെ പരിപാടി വരും. പിന്നെ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കും. പിന്നെ ദൈവം തമ്പുരാൻ അനുകൂലമാണെങ്കിൽ പിന്നെ 2 കമ്പി 3 ടയറും ഉണ്ടെങ്കിൽ നമുക്ക് തമ്പുരാൻ നമ്മുടെ കൂടെ അനുകൂലമാണെങ്കിൽ നമ്മുടെ മുന്നോട്ട് നടത്തിയിരിക്കും. അടുത്ത 2012 12-ാം മാസം 2013 രജിസ്ട്രേഷൻ. 2012 12-ാം മാസം 2013 രജിസ്ട്രേഷൻ. അതിലാണ് ബാക്ക് ആവറേജ് ടയർ. അതിലാണ് ടോപ്പ് എല്ലാം നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 12-ാം മാസം 2013 രജിസ്ട്രേഷൻ. ഇത് ലോണൊന്നും കിട്ടത്തില്ല. ഞാനിവിടെ ലോണൊന്നും ചെയ്യുന്നില്ല. അല്ല, ഈ 12 വണ്ടിക്ക് ലോൺ ഇല്ലെന്നല്ല. അല്ല, എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിത് പറയുമ്പോൾ വേറൊരു കച്ചവടക്കാരൻ ഇത് പറയും, അതും ലോൺ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് ഒത്തിരി കച്ചവടക്കാർ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അറിവില്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല. അവർ വന്നും വെച്ച് ഇവിടുന്ന് കിട്ടുമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ, ഓടണം, നമുക്ക് അത്യാവശ്യം അരിമാർഗമൊക്കെ നമ്മുടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാനുള്ള ഒരു വണ്ടി ഒരു 70 രൂപയ്ക്ക് കൊടുക്കാം. 2010 വണ്ടി. 10 വണ്ടി പറഞ്ഞു മതി. അതിന് ആ ഒരു കണ്ടീഷനും കാര്യങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഈ സീറ്റ് കവർ ഇത് ഇന്നലെ വന്നതാണ്. എൻ്റെ കയ്യിൽ എനിക്ക് പണിയാനുള്ള അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ചെയ്തു കൊടുക്കാം. കുഴപ്പമില്ല, വണ്ടിക്ക് വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 2017 ടാറ്റ ഐറിസ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ ജെനുവിൻ അതിൻ്റെ പക്കായിരിക്കും. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. വണ്ടിയൊക്കെ കൊള്ളാം. നല്ല ഒരു ബക്കറ്റ് സീറ്റ് അടിച്ച പോലത്തെ സീറ്റൊക്കെയാണല്ലോ ചെയ്തേക്കുന്നത്. അതെ, കാറിൻ്റെ സീറ്റ് പോലെ അല്ലേ? അതെ, വണ്ടി വൃത്തി വണ്ടിയാണ്. കൊള്ളാം, നല്ല വൃത്തി വണ്ടിയാണ്. ബാക്ക് സീറ്റിന് കവറുണ്ട്, ഫ്രണ്ടിലെ കവറുകളായി പോയി അല്ലേ? ഉണ്ട്, അതെ. അപ്പോൾ ഇതിന് പിന്നെ ഇത് പറയാമല്ലോ, ഇതിന് ഫിനാൻസ് ഉള്ള വണ്ടിയാണ്. പിന്നെ നല്ല പാർട്ടിയും കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ, നല്ല പാർട്ടിയും അടയ്ക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടണമല്ലോ. അങ്ങനെയുള്ള പാർട്ടിയാണെങ്കിൽ നമുക്കിത് ചെക്കും ഇത് തന്നാൽ നമുക്ക് പത്രത്തിൽ ഇത് എഴുതി തന്നാൽ നമുക്കിത് ആ CC-യോട് കൂടി കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര രൂപ ഇത് ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 90 രൂപയ്ക്ക് അടുത്തുകൊണ്ട് ഇറങ്ങും. 90 രൂപ അടുത്തുണ്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം. അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റെപ്പിന് ബാക്ക് കിടപ്പുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 വർഷം പേപ്പറുണ്ട്. ഒന്നുമില്ല, 2 വർഷം പേപ്പറുണ്ട്. ഇതേണ്ട സ്റ്റെപ്പിന് ബാക്ക് കിടപ്പുണ്ട്. ഇതേണ്ട ഇതൊന്നും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ടിങ്കർ പേസ്റ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഇൻസുലേഷൻ വലിച്ചു വിറ്റിട്ട് അതിൻ്റെ വണ്ടി പെയിൻ്റ് അടിച്ചേക്കുന്നോ ഒന്നുമല്ല. പറഞ്ഞു മനസ്സിലായി. വേണ്ട സ്റ്റെപ്പിന് നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കുവാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2014 സിംഗിൾ സെക്കൻഡ് ഓണറാണ്. ഈ വണ്ടിക്കകം സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലോറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഈ കിടക്കണ? അതെ, അവിടെ ഒരു ഈ തുരുമ്പ് പോലെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഇത് ചെയ്തും വെച്ച് റബ്ബറൈസ്ഡ് പെയിൻ്റാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ പിള്ള എടുത്ത് നമ്മുടെ കൂടെ കൈയാളാണ്, അദ്ദേഹമാണ് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. അദ്ദേഹം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തൂത്തിട്ട് അവിടെ അടിച്ചിരിക്കുന്നു, അല്ല വേറൊന്നും അല്ല. ഇത് നമുക്കൊരു 75 രൂപ റേഞ്ചിൽ കൊടുക്കാം. 75,000. അടുത്ത തകിടൊക്കെ അടിച്ചേക്കുന്നതാണ്. 2015 വണ്ടി.
ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർഷിപ്പ് ഉണ്ട്. ഇതിൻ്റെ 2015 വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയാണോ? ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കും. ഇത് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡബിൾ ലൈറ്റ് വരും. ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് 2 ലൈറ്റ് വരും. അതാണ് കോമ്പാക്റ്റ്. 2015 നവംബർ വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതേപോലെ ഫ്ലോറൊക്കെ നോക്കിയാൽ ഒരുവിധം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ. സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2018 വണ്ടി കോമ്പാക്റ്റ്. ഇതും കോമ്പാക്റ്റ് ആണ്. അത് കോമ്പാക്റ്റ് ആയിരുന്നു, ഇതും കോമ്പാക്റ്റ് ആണ്. ഇതും സിംഗിൾ ഓണർ ആണോ? ഏതാ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ് അതും. ഇനിയും കിടക്കുന്ന അങ്ങോട്ട് ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി കാണാൻ കൊള്ളാം. ഫ്ലോർ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കും? ഇത് നമുക്കൊരു 1.30 കൊടുക്കാം. കൊടുക്കാം. ടോപ്പൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തേക്കും അല്ലേ? മൊത്തത്തിൽ നല്ല വർക്ക് എടുത്ത് കിടക്കുന്ന വണ്ടികൾ കൊള്ളാം. എന്താണ് 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2013 ഡിസംബർ വണ്ടി. 2013 ഡിസംബർ. കുട്ടിക്കാലെ ക്ലച്ച്, ഡീസൽ, കുട്ടി ഡീസൽ. കുട്ടിക്കാലെ ക്ലച്ച്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, മാവേലിക്കര വണ്ടി. ഇവിടുത്തെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, മാവേലിക്കര വണ്ടി. ഓക്കെ, വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടോപ്പും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് മാത്രമല്ല, നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 70 രൂപയ്ക്ക് കൊടുക്കാം. 70,000 രൂപ. 70 രൂപയ്ക്ക് കൊടുക്കാം. 2014 അതുകൂട്ട് തന്നെ കുട്ടി ഡീസൽ. കുട്ടിക്കാലെ ക്ലച്ച്. കുട്ടി ഡീസൽ, കുട്ടിക്കാലെ ക്ലച്ച്. ഓക്കെ, അത് ഓരോരുത്തടുത്ത് ഓരോ പേരാ. വെള്ളിമൂങ്ങയെന്ന് നമ്മൾ ഇവിടെ പറയും, ചിലടത്ത് അങ്ങനെ പറയത്തില്ല. ഏതാ വെള്ളിമൂങ്ങയെന്ന് കണ്ടല്ലോ. അതൊക്കെ ഒന്ന് നോക്കി കാണിച്ചാട്ട്. ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, ഒറ്റ ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ട്. ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്, നീറ്റായിട്ട് കിടക്കാണ്. രണ്ടാമത് ഇത് സനൂപ ഇതൊന്ന് കാണിച്ചാട്ട്. ഈ സ്റ്റീൽ വർക്കൊക്കെ ഒന്ന് കാണിച്ചാട്ട്. കണ്ടോ, ഇതെല്ലാം സ്റ്റീൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ് വണ്ടി. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും നീറ്റായിട്ട് തലക്കുറവ് എല്ലാത്തിനും ഉണ്ട്. ഇല്ലെങ്കിൽ പുതിയത് വെച്ച് കൊടുക്കും. മീറ്റർ ഇല്ലാതെ വിടത്തില്ല. പുതിയ മീറ്റർ വെച്ച് പിന്നെ അവരുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അവരുടെ പേരിലായതിനു ശേഷമേ പതിച്ച് അവരുടെ പേരിലാക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ തന്നെ കൊണ്ടുപോയി ചെയ്യണം. എത്ര പറഞ്ഞു മനസ്സിലായി. ഈ വണ്ടി നമുക്കൊരു 85 രൂപയ്ക്കകത്ത് കൊടുക്കാം. വേണ്ട, 2013 ഡിസംബർ വണ്ടി. 2014 3-ാം മാസം രജിസ്ട്രേഷൻ. ഇതും കോമ്പാക്റ്റ് ആണ്. ഇതും കോമ്പാക്റ്റ് ആണ്. ബാക്ക് ടയർ നോക്കിയാലൊക്കെ ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞോ? ടെസ്റ്റ് പേപ്പർ ഭാഗങ്ങളുള്ള വണ്ടി ഒരുവിധം നല്ല വൃത്തിയായിട്ട്. വണ്ടികൾ ഒരുവിധം വൃത്തിയുള്ള വണ്ടികൾ തന്നെയാണ്. അത്യാവശ്യം പണിയെടുത്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്ന വണ്ടികളാണ് കേട്ടോ. ടോപ്പും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 85 രൂപ റേഞ്ചിൽ കൊടുക്കാം. 85. 2013 വണ്ടി. 2013 വണ്ടി. ഇതൊക്കെ ഓണർഷിപ്പ് സിംഗിൾ? എല്ലാ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. സീറ്റ് അടിക്കട്ട നോക്കിയാലൊക്കെ ഉള്ള ഒരു വൃത്തി നമുക്ക് കണ്ടാൽ മതി. ഭയങ്കര വെയിലാണ്, സഹിക്കാൻ വയ്യ. ഭയങ്കര വെയിൽ കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഈ സൈഡ് നോക്കിയാലും ഒക്കെ അഡീഷണൽ തട്ടൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് നല്ല മോഡലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത് ഏട്ടാ? എന്തോ ചോദ്യം എത്രയാ? ഇത് നമുക്കൊരു 73 രൂപയ്ക്ക് കൊടുക്കാം. 73. ഒരു 73 രൂപയ്ക്ക് കൊടുക്കാം. 2019 വണ്ടി. വിഷ്ണു 2019 വണ്ടി. ടയർ നല്ല ടയർ. ഇതിൻ്റെ ടെസ്റ്റൊക്കെ എടുത്തിട്ടേക്കുക. 2 വർഷം ടെസ്റ്റ് കിടക്കുക. 2 വർഷത്തേക്ക് പേപ്പറുണ്ട്. ഇപ്പം ഈ വെയിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര പുള്ളി ഡെയിലി തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്ന ഈ വെയിൽ ഈ പൊടി പറക്കുന്നതുകൊണ്ട് പുള്ളി എത്ര ചെയ്തെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും വന്ന് കയറിക്കൊണ്ടിരിക്കുമല്ലേ. അതാണ് ഇതിൽ സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലൊന്ന് ആക്കിയാട്ടെ. ഞാൻ തീർക്കാം. ഓക്കെ. വണ്ടിക്കാരൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? അതൊരു 1,65,000 രൂപ റേഞ്ച് വരും. 1,65. അതിന് വരും. ഓക്കെ.
അടുത്ത 2016 വണ്ടി ടെസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ടെസ്റ്റ് കഴിഞ്ഞു. ഒറ്റ വർഷം പേപ്പർ. സിംഗിൾ ഓണർ. നല്ല പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടേക്കുന്നു. ഫ്ലോറും ഒക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ചേട്ടാ ചോദിക്കുന്നത്? ഇത് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15. 1,10 കൊടുക്കാം. ഇതെല്ലാം എൻ്റെ ഈ വാഹനങ്ങളെല്ലാം ഒന്ന് നോക്കണം. ഇതെല്ലാം തകിടടിച്ചേക്കുന്ന വാഹനങ്ങളാണ്. പറഞ്ഞു മനസ്സിലായി? എൻ്റെ ഈ വാഹനങ്ങളിൽ നോക്കിയിട്ട് ഒരു 95% തകിടടിച്ചേക്കുന്ന വാഹനങ്ങൾ. അല്ലാതെ ചിലർ ഈ മേടിച്ചോണ്ട് വരുമ്പോൾ അന്നേരം തന്നെ മണ്ടയ്ക്കോട്ട് ഈ കമ്പനി തരുന്ന രീതിയിൽ ഡ്രഗ്സിനങ്ങ് ഇടും. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വണ്ടിയല്ല. ഇതിൽ ഈ കിടക്കുന്ന ഒരു 95% മേളിലും തകിടടിച്ചേക്കുന്ന വണ്ടികളാണ്. ഇത് വേണ്ടേ? ഓക്കെ. 2013 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. അപ്പുറത്തെ ഞാൻ ചോദിക്കാറ് ഇത് അതെ മൊത്തം സിംഗിൾ ഓണർഷിപ്പാന്ന് പറഞ്ഞുകൊണ്ടാണ്. വേണ്ട നോക്കിയാട്ട് വണ്ടി കൊള്ളാം, വൃത്തിയാണ്. ഫ്ലോർ ഇതിൽ കുറച്ച് തുരുമ്പുണ്ട്. അതുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതാ. എനിക്ക് ചെയ്യാനുള്ള ഇത് വന്നില്ല. കാരണം 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ടെസ്റ്റും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ നമുക്ക് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. 65,000. ഈ കണ്ടീഷന് നമുക്ക് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. തുരുമ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊടിഞ്ഞു പോയിട്ടൊന്നും ഉള്ളതല്ല. വെള്ളം വീണ് ഒരു തുരുമ്പിൻ്റെ ഇത് വന്നിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ പൊടിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. വേണേൽ അത് സനൂപ് ഒന്നുകൂടെ അവരെ ക്ലിയർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് തുരുമ്പിൻ്റെ അതായത് വെള്ളം കിടന്ന് തുരുമ്പ് പോലെ കളർ വന്നേക്കുന്ന അല്ലാതെ പൊടിഞ്ഞു പോയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? പൊടിഞ്ഞു പോയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 2015 ഡിസംബർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2015 TVS ആണ് ഡീസൽ. ബാക്ക് ടയർ നോക്കിയാലും നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. നല്ല പെയിന്റ് വർക്ക്, നല്ല ക്ലീൻ വണ്ടി. സെറ്റ് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. സെറ്റിന്റെ ബോക്സ് ഞാനല്ല, സത്യമായ കാര്യം പറയാണ്. ബോക്സ് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ്റെ ആണെന്ന് കരുതി പുള്ളി പറഞ്ഞ് എടുത്തോണ്ട് പോയത്. ഞാൻ എടുത്തതല്ല. ഞാൻ അങ്ങനെ ഒരു വണ്ടിയൊന്നും ഒരു സ്ക്രൂ പോലും എടുക്കാറില്ല. എടുക്കത്ത് ഫാനുണ്ട്. പറഞ്ഞു മനസ്സിലായി? അതുണ്ട്. അദ്ദേഹം വെച്ചേക്കുന്ന ബാക്കിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരെണ്ണം. അത് പുള്ളി എടുത്തോണ്ട് പോയി. വേണ്ടേ? ഞാൻ പറഞ്ഞു സെറ്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന്. പറ്റത്തില്ല. സെറ്റ് ഇതിലുണ്ട്. കണ്ടല്ലോ, സെറ്റ് മാറ്റി സിംഗിൾ ഓണർഷിപ്പ് മാറ്റി വണ്ടി. ഇനി വന്നിട്ട് എന്നോട് ചോദിക്കരുത്. കാരണം ഇതിന്റെ ബോക്സ് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നമുക്ക് ഉത്തരം മുട്ടിപ്പോ. അതുകൊണ്ടാണ് നമുക്കൊരു 70 രൂപയ്ക്ക് കൊടുക്കാം. അല്ല, ക്ലീൻ വണ്ടി. 4 ഷോക്ക് വണ്ടി ഉണ്ടോ? 4 ഷോക്ക് വണ്ടി ഉണ്ടോ ചോദ്യമാണ്. 4 ഷോക്ക് വണ്ടി അതുകൊണ്ട് അതും കൊടുക്കാം. 2018 വണ്ടി. എന്താ തകിടടിച്ചതല്ല. നോക്കിയിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടല്ലോ. പക്ഷെ എന്നാലും വൃത്തിയാണ്. 2 വർഷം ടെസ്റ്റ് പേപ്പർ. 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. എത്ര ചോദ്യം? നമുക്കൊരു 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000. ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഓരോ വണ്ടി കാണാൻ കൊള്ളാം. നല്ല വണ്ടി, നീറ്റ് വണ്ടിയാണ്. 85 അല്ലേ? 85 രൂപ. 2019 ഡിസംബർ വണ്ടി. ഓണർഷിപ്പ്? അല്ല, അടിപൊളി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി വണ്ടി. അത്യാവശ്യം എടുത്തിട്ടുണ്ട്. സെറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വണ്ടി ഓരോ കാണാനേ കൊള്ളാം. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല നീറ്റ് വണ്ടി. ടെസ്റ്റ് 2 വർഷം പേപ്പറായിട്ട് കിടക്കുകയാണ്. ഫ്ലോറൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ്. 2 വർഷത്തേക്ക് കിടക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. ടയേഴ്സൊക്കെ നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കൂടുതൽ ടയറുണ്ട്. കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്രയായിട്ട് ചോദിക്കുന്നത്? കേട്ടില്ല. അതിന് നമുക്ക് ഒരു 10, 85, 90 രൂപയോളം അതിന് CC കിട്ടും. എത്ര ചോദ്യം? ഞാനെല്ലാം കൊടുക്കും. നമുക്കതൊരു 1,15 കൊടുക്കാം. 1,15. അങ്ങനെയാണേ നമുക്ക് ഇനിയിപ്പോൾ കണ്ടാട്ടെ. നമ്മുടെ ഒരു ഇച്ചിരി വന്നപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി തകിടും കാര്യങ്ങളും എനിക്കൊരു ഇച്ചിരി അപാകത വന്നു. ഒരാഴ്ചയായിരുന്നു ആ വണ്ടി വന്നിട്ട്. പേപ്പർ ഭാഗം എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പുണ്ട്. നമുക്ക് നമ്മുടെ വർക്കെല്ലാം ചെയ്യുന്ന ഇവിടെ നമ്മുടെ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഓളിനോളാണ് നമ്മുടെ വർക്ക് മൊത്തം ചെയ്യുന്ന ചേട്ടനാണ്. ഞങ്ങളുടെ ഒരു ബന്ധു കൂടാണ്. മധു എന്നാണ് എൻ്റെ പേര്. ഉണ്ടാക്കി നയിച്ചിട്ടെ കാണികളെല്ലാം കാണുന്നതാണ് മധു ചേട്ടൻ. ചെയ്തതേ ഉള്ളൂ, പെയിൻറ്റ് ചെയ്തതേ ഉള്ളൂ. കണ്ടോ നോക്കിയാട്ടെ. പേപ്പർ ഭാഗം എല്ലാം ഉള്ളതാണ്. കാലേ ക്ലച്ച് കയ്യെ ക്ലച്ച് ആക്കിയേക്കുന്ന വണ്ടിയാണ്. ഇങ്ങനെ വർക്ക് ചെയ്താണ് കൊടുക്കുന്നത്. കണ്ടോ നോക്കിയാട്ടെ. നല്ല നീറ്റായിട്ട് ചെയ്ത്
ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പെയിൻറ്റിങ് അറ്റ്മോസ്ഫിയർ വരുത്തിയതൊന്നും അല്ലേ, എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി. ഏതാ അല്ല ഞാൻ വരുമെന്നുള്ളത് അണ്ണന് അറിഞ്ഞൂടല്ലോ. ആ തെരഞ്ഞ് കണ്ടുപിടിച്ച് വന്നത് അത് യൂട്യൂബിൻ്റെ. ആ കൊള്ളാം, കണ്ടല്ലോ. ഇനി ഫ്രണ്ടൂടെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടൂടെ ഒന്ന് കാണിച്ചു. എല്ലാം അടിച്ച് അതെല്ലാം പോയി, ആ വണ്ടികളെല്ലാം ദൈവം സഹായിച്ച് അതെല്ലാം പോയി. ഇത് കണ്ടല്ലോ, പെയിൻ്റ് അടിച്ച് ഇതിപ്പോൾ ഇറങ്ങുകയാണ്. ഈ വണ്ടിക്ക് നമുക്കൊരു വർഷത്തിനടുത്ത് പേപ്പർ കിടക്കും, ഒറ്റ വർഷത്തിനടുത്ത് പേപ്പർ കിടപ്പുണ്ട്. പക്ഷെ വന്നപ്പോൾ എനിക്കൊരിച്ചിരി തുരുമ്പും കാര്യങ്ങളും തോന്നിയത് അതങ്ങ് മാറിയിട്ട് ആ ഭാഗങ്ങളെല്ലാം മാറിയിട്ട് ഡാഷിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി പീസും കാര്യങ്ങളും ഒക്കെ പോയതായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റിയിട്ട് ഞാൻ തകിടുമൊക്കെ മാറ്റിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപയ്ക്ക് സൂക്ഷിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ അടുത്ത ടെസ്റ്റിനും ഒന്നും ചെയ്യണ്ട, കൊണ്ടുപോയി കാണിച്ചാൽ മതി. സൂക്ഷിച്ചു കൊണ്ട് നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായി. ഇതെല്ലാം വേണ്ട, ഇതെല്ലാം ഇളക്കാനുള്ളതാണ്. കണ്ടില്ലേ, കണ്ടോ? എന്നാലേ ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. കണ്ടോ? ഇനി ഈ നമ്പർ നമ്മൾ ഒന്നുകൂടെ തെളിക്കും. അല്ല ഇങ്ങനെയല്ല, ഈ നമ്പർ നമ്മൾ ഒന്നുകൂടെ തെളിച്ച് നല്ല വൃത്തിയായിട്ട് കണ്ടല്ലോ. അപ്പോൾ നിർത്തുമല്ലയോ? അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും, നമ്മൾ വലിയവനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ദൈവനാമത്തിൽ നമ്മൾ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജുചേട്ടൻ, അമൽ ഓട്ടോലാൻഡ്സ്. ഇതാണ് നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടം മാവേലിക്കര ഓഫീസ്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് റോഡ് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ബിജുചേട്ടൻ്റെ ഷോപ്പ്. അപ്പോൾ ഈ വണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 45,000 രൂപ തൊട്ടുള്ള വണ്ടികളായിരുന്നു കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടികൾക്കൊന്നും എൻ്റെ കണ്ണി കാണത്തക്ക ഒരു മോശമായൊന്നുമില്ല. കണ്ട ഒരു വണ്ടിയിലെ തുരുമ്പ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാരണം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത വശം വണ്ടികളെല്ലാം മനോഹരമായ വണ്ടികൾ തന്നെയാണ്. പിന്നെ 45,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാവുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികൾ കൊടുക്കുന്ന ഒരു ഷോപ്പ്. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ നല്ലപോലെ അറിയാം. ഒരുപാട് പേര് വന്ന് ഈ ഷോപ്പിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം ഗ്യാരണ്ടിയാണ്. അത്യാവശ്യം മനോഹരമായ വണ്ടിയായിരുന്നു. എല്ലാം പണിതിട്ടേക്കുന്ന വണ്ടികളാണ്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടികളായതുകൊണ്ടേ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസിച്ചെടുക്കാം. കാരണം കുറച്ചുകൂടി പണിയെടുത്ത്, എന്നാൽ പണിയെടുക്കാതെയും വൃത്തിയാക്കാതെയും ടെസ്റ്റ് പാസ്സാകത്തില്ല. അപ്പം ആ രീതി ടെസ്റ്റ് പാസ്സായ വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസിച്ച് വണ്ടികൾ വന്ന് എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈവൻ എന്ന് തന്നെയാണെങ്കിലും ഒരു മെക്കാനിക്കൽ വണ്ടി ഷോപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സെക്കൻഡ് വണ്ടി എവിടെ നിന്ന് എടുത്താലും ഒരു യൂസ്ഡ് നല്ലപോലെ ചെയ്യാൻ അറിയാവുന്ന മെക്കാനിക്കലിനെ ഇവിടെ കൊണ്ടുപോയി നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉതകുന്ന നല്ലൊരു വീഡിയോ ചെയ്ത് തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.